എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് ഇതുവരെ ഈ ഒരു സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതിനുശേഷം സ്കോർ കാർഡ് ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ മുഖ്യഘട്ടത്തിൽ സ്പോർട്സ് മികവ് രജിസ്ട്രേഷൻ നടത്തുകയും എന്നാൽ ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ നിന്നും സ്കോർ കാർഡ് നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ജൂൺ 21 മുതൽ ജൂൺ 25 വൈകിട്ട് 5 മണി വരെ അതത് ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ബന്ധപ്പെട്ട് സ്കോർ കാർഡ് നേടാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ സ്കോർ കാർഡ് നേടിയ ശേഷം സ്പോർട്സ് കോട്ട പ്രവേശനത്തിനായിട്ട് ഓൺലൈൻ അപേക്ഷ നൽകാൻ സാധിക്കാതെ എന്ന വിദ്യാർത്ഥികൾക്കും പുതുതായിട്ട് സ്കോർ കാർഡ് നേടുന്നവർക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ടും ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേക്കൻസിക്ക് അനുസൃതമായിട്ട് പുതിയ ഓപ്ഷനുകൾ ഉൾപ്പെടുത്തി അപേക്ഷ പുതുക്കാനുള്ള സൗകര്യം കാൻഡിഡേറ്റ് ലോഗിനിലെ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിന്യൂവൽ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട വിദ്യാർത്ഥികൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്കിലൂടെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുകയും അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് വഴി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകി പുതിയ ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് ഈ ഒരു സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിനിലൂടെയാണ് ആ ഒരു ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ നൽകി നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ജൂൺ 22 മുതൽ ജൂൺ 26 വൈകുന്നേരം 4 മണി വരെ ഇത്തരത്തിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി അഡ്മിഷൻ വെബ്സൈറ്റ് ആയിട്ടുള്ള HSCAP വെബ്സൈറ്റിൽ 2024 ജൂൺ 21 പ്രസിദ്ധീകരിക്കും. സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അതായത് സ്പോർട്സ് കോട്ട മികവ് രജിസ്ട്രേഷൻ വെരിഫിക്കേഷനും ആരംഭിക്കുന്നത് ഈ ഒരു ജൂൺ 21 മുതൽ ജൂൺ 25 വരെയും അതുപോലെ ഓൺലൈൻ അതായത് നിങ്ങൾക്ക് ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും സ്പോർട്സ് അച്ചീവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് സ്പോർട്സിൽ വല്ല നേട്ടങ്ങളും നേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 22 മുതലാണ്. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻസ് ഒക്കെ നൽകേണ്ടത് അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നൽകി ഓപ്ഷനുകൾ നൽകേണ്ടത്. അപേക്ഷ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂൺ 26 ഈ ഒരു സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 28 അതുപോലെ ആ 28 പ്രസിദ്ധീകരിച്ച ശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ജൂലൈ 1 അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ പൂർത്തീകരിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു HSCAP വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സ്പോർട്സ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഈ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നാളെ ഈ ഒരു ലിങ്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു വീഡിയോ തയ്യാറാക്കി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.